ഈ വർഷം ഫെബ്രുവരിയിൽ ഉക്രൈൻ യുദ്ധം 4 വർഷം പൂർത്തിയാക്കുകയാണ്. 2022 ഫെബ്രുവരി 22-നാണ് റഷ്യൻ സേനകൾ ഉക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ ഇരച്ച് ആർത്ത് കയറി വന്നത്. ആ സംഭവത്തെക്കുറിച്ച് അന്നത്തെ പ്രസിഡൻറ്റ് സെലൻസ്കിയുടെ ഭാര്യ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ഏതാണ്ട് പാതിരാ കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഓടി വന്ന് കുട്ടികളെ ഉണർത്താൻ പറഞ്ഞു. ഉടനടി വസ്ത്രം ധരിക്കാൻ പറഞ്ഞു. തങ്ങളെ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മാറ്റുകയാണ് എന്നറിയിച്ചു. അവർ മാറി. പക്ഷേ സെലൻസ്കി അവിടെ തന്നെ ഉറച്ചു നിന്നു. റഷ്യ ഈ ആക്രമണം ആരംഭിക്കുന്ന സമയത്ത് 3 ദിവസം കൊണ്ട് ഉക്രൈൻ പൂർണ്ണമായിട്ടും കീഴടക്കപ്പെടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആക്രമണം തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ 4 വർഷം കഴിയുമ്പോഴും 4 വർഷം കഴിയാനിരിക്കുന്ന സന്ദർഭത്തിലും ഉക്രൈൻ യുദ്ധം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയിട്ടില്ല. സമീപകാലത്ത് ലോകം കണ്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളിൽ ഒന്നായി, ഒരുപക്ഷെ ഒരേ ഒരു ഏറ്റുമുട്ടലായിട്ട് ഈ ഉക്രൈൻ യുദ്ധം മാറിയിരിക്കുകയാണ്. 50കളിൽ കൊറിയൻ യുദ്ധം പോലെ ദീർഘകാലം നീണ്ടുനിന്ന ഒരു യുദ്ധമായിട്ട് ഉക്രൈൻ യുദ്ധം മാറിയത് എന്തുകൊണ്ട് എന്ന കാര്യം ഇവിടെ പരിശോധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, 3 ദിവസം കൊണ്ട് കീഴടക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ച ഉക്രൈനെ 4 വർഷമായിട്ടും കീഴടക്കാൻ എന്തുകൊണ്ട് റഷ്യക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ചോദ്യവുമുണ്ട്. അതേപോലെ തന്നെ 4 വർഷക്കാലം ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോകാൻ എന്താണ് റഷ്യയെയും അതിൻ്റെ പ്രസിഡന്റ് പുടിനെയും പ്രേരിപ്പിക്കുന്നത് എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. അങ്ങനെ മാത്രമേ എന്താണ് ഈ യുദ്ധത്തിൻ്റെ പര്യവസാനം എന്ന ഒരു വിഷയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. പ്രധാനപ്പെട്ട ഒരു വിഷയം, ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും സംഘർഷഭരിതമായിരുന്നു. പല സന്ദർഭങ്ങളിലും ചരിത്രത്തിൻ്റെ പല കാലഘട്ടങ്ങളിലും ഉക്രൈൻ റഷ്യയുടെ കീഴിലായിരുന്നു. സാർ ചക്രവർത്തിയുടെ കാലത്ത് ദീർഘകാലം ഉക്രൈൻ റഷ്യൻ ഭരണത്തിന് കീഴിലായിരുന്നു. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ആസ്ഥാനം യഥാർത്ഥത്തിൽ ഉക്രൈനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സാംസ്കാരികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ്. സോവിയറ്റ് യൂണിയൻ്റെ ഭരണത്തിൻ്റെ 7 പതിറ്റാണ്ട് കാലം ഉക്രൈൻ എന്ന് പറയുന്ന പ്രദേശം സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഭാഗമായിരുന്നു. സോവിയറ്റ് യൂണിയനിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളിൽ പലരും വന്നത് ഉക്രൈൻ എന്ന പ്രദേശത്തു നിന്നാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെ, ഹിറ്റ്ലറെ തോൽപ്പിച്ച റഷ്യൻ ചെമ്പടയുടെ ഏറ്റവും വലിയ സേനാനായകന്മാരിൽ പലരും ഉക്രൈൻ സൈനികരായിരുന്നു എന്നതും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് റഷ്യയും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും ഉക്രൈനും തമ്മിലുള്ള ബന്ധങ്ങൾ സംഘർഷഭരിതം മാത്രമല്ല, പരസ്പര സഹകരണത്തിൻ്റേതുമായിരുന്നു, ഒന്നിച്ചുള്ള ഏറ്റുമുട്ടലുകളുടേതുമായിരുന്നു. ലോകത്തെ പ്രതിസന്ധികളെ നേരിടുന്നതിൽ അവർ ഒന്നിച്ചു നിന്നതാണ്. പക്ഷേ 91-ൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉക്രൈൻ അടക്കമുള്ള പല രാജ്യങ്ങളും സ്വതന്ത്രമായി. ഈ സ്വതന്ത്രമായ രാജ്യങ്ങളിൽ പ്രദേശങ്ങൾ, തങ്ങൾക്ക് ചുറ്റിലുമുള്ള ഈ പ്രദേശങ്ങളെ തങ്ങളുടെ ഒരു നിയന്ത്രണ മേഖലയായിട്ടാണ് റഷ്യ എന്നും കരുതിയിട്ടുള്ളത്. കാരണം തൊട്ടപ്പുറത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള നാറ്റോ എന്ന് പറയുന്ന സാമ്രാജ്യത്വ ശക്തിയോട് ഏറ്റുമുട്ടി നിൽക്കണമെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ഒരു ബഫർ സോൺ, തങ്ങളുടേതായ ഒരു സ്വാധീന മേഖല ചുറ്റിലും വേണം എന്ന ഒരു നിലപാടാണ് റഷ്യക്കുണ്ടായിരുന്നത്. പുടിൻ അതാണ് അനുവർത്തിച്ചു വന്നത്. തങ്ങളുടേത് റഷ്യയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇവ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ആ നിലപാടിനെ സ്വാധൂകരിക്കുന്ന അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളുമുണ്ട്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ചുറ്റിലുമുള്ള പ്രദേശങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കണം എന്ന മൺട്രോ ആശയം 19-ാം നൂറ്റാണ്ട് മുതൽ അമേരിക്ക പ്രകടിപ്പിക്കുന്നതാണ്. ചുറ്റിലുമുള്ള രാജ്യങ്ങളിൽ സൈനികമായിട്ടുള്ള കടന്നാക്രമണം അതിന് വേണ്ടി അമേരിക്ക നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള അതേ നിലപാട് തന്നെയാണ് റഷ്യയും പുലർത്തിയത്. പക്ഷേ പല രാജ്യങ്ങളും അതിനോട് യോജിച്ചെങ്കിലും ഉക്രൈൻ അതിനോട് ചേർത്ത് നിൽക്കുക മാത്രമല്ല, തങ്ങൾക്ക് നാറ്റോയിൽ അംഗത്വം വേണം, തങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം വേണം തുടങ്ങിയ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. 2014-ൽ ക്രൈമിയ എന്ന് പറയുന്ന പ്രദേശം ദീർഘകാലം റഷ്യയുടെ ഭാഗമായിരുന്ന പ്രദേശമാണ്. പിന്നീട് യുക്രൈൻ്റെ ഭാഗമായി ആ പ്രദേശം റഷ്യ ഏകപക്ഷീയമായി കീഴടക്കിയ മുതൽ ഈ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയായിരുന്നു. പിന്നീട് 10 കൊല്ലത്തിന് ശേഷം ഉക്രൈൻ്റെ കിഴക്കൻ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും കൈയടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റഷ്യ മുന്നേറ്റം നടത്തിയത്. ആ യുദ്ധത്തിൽ സൈനികമായിട്ട് ഒരു വലിയ തരത്തിലുള്ള മുന്നേറ്റം നേടിയെടുക്കുന്നതിൽ റഷ്യ വിജയിച്ചിട്ടുണ്ട്. ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏതാണ്ട് 24-1 പ്രദേശങ്ങൾ, കിഴക്കൻ പ്രദേശങ്ങൾ, ഒരു വലിയ പങ്ക് ഇപ്പോൾ തന്നെ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്.
ആ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ റഷ്യ തയ്യാറല്ല. എന്നാൽ ഈ യുദ്ധത്തിൻ്റെ നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവർ നേരിട്ട തരത്തിലുള്ള അങ്ങേയറ്റത്തെ വിഷമകരമായൊരു സാഹചര്യത്തിലേക്ക് ആ രാജ്യത്തെ എത്തിച്ചിട്ടുണ്ട്. 1 ദശലക്ഷത്തിലേറെ ആളുകളാണ് ഇതിനകം തന്നെ റഷ്യൻ ഭാഗത്ത് മരണമടഞ്ഞത് എന്നാണ് അനൗപചാരികമായ കണക്കുകൾ. ഏതാണ്ട് അത്രയും ആളുകൾ തന്നെ ഉക്രൈൻ്റെ ഭാഗത്ത് മരിച്ചിട്ടുണ്ടാവും, പക്ഷേ കണക്കുകൾ വ്യക്തമായിട്ട് ലഭ്യമല്ല. അപ്പം ഇങ്ങനെ ഒരു ആഗോള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഇതെത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്കയും യൂറോപ്യൻ ശക്തികളും ഉക്രൈനെ അതിശക്തമായിട്ട് പിന്തുണച്ചിരുന്നു, വലിയ സൈനിക സഹായം നൽകിയിരുന്നു, പലതരത്തിലുള്ള ആയുധങ്ങൾ നൽകിയിരുന്നു, റഷ്യക്കെതിരായിട്ടുള്ള ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു, റഷ്യയുടെ നിക്ഷേപങ്ങൾ അമേരിക്കയിലെയും യൂറോപ്പിലെയും ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ അവർ മരവിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല തലങ്ങളിൽ വ്യാപിച്ച ഒരു യുദ്ധമാണിത്. ആഗോള തലത്തിൽ അതുണ്ടാക്കിയ സ്വാധീനം എന്ന് പറയുന്നത്, ആ യുദ്ധത്തിൻ്റെ ആഘാതം എന്ന് പറയുന്നത് ഇന്ത്യ അടക്കമുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളും നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ യുദ്ധത്തിനുള്ള പരിഹാരം എന്താണ്? ആ പരിഹാരം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ പല മട്ടിൽ നടക്കുന്നുണ്ട്. അമേരിക്ക ബൈഡൻ്റെ കാലത്തിന് ശേഷം ട്രംപ് വന്നപ്പോൾ റഷ്യക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് എത്തി. റഷ്യയുടെ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു ഒത്തുതീർപ്പിന് യഥാർത്ഥത്തിൽ സാധ്യതയുള്ളൂ എന്ന നിലപാടാണ് ട്രംപ് എടുത്തത്. അതിൻ്റെ പേരിൽ അതിശക്തമായിട്ട് വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് സെലൻസ്കി അദ്ദേഹം പരസ്യമായിട്ട് ശാസിച്ചിട്ട് നിങ്ങളൊരു 3ാം ലോക യുദ്ധത്തിന് തിരികൊളുത്തുകയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതൊക്കെയാണെങ്കിൽ പോലും ഇന്ന് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് നയതന്ത്ര നീക്കങ്ങൾ അത് പല പ്രദേശങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്, പല രാജ്യങ്ങളിൽ നിന്നായിട്ട് നടക്കുന്നുണ്ട്. മാരാലാഗോ അടക്കമുള്ള ട്രംപിൻ്റെ സ്വന്തം വേനൽക്കാല വസതിയിൽ പോലും അത് നടക്കുന്നുണ്ട്. ഈ ചർച്ചകളിൽ ഉന്നയിക്കപ്പെടുന്ന ആശയങ്ങൾ വളരെ പ്രധാനമാണ്. അതിൽ ഒന്ന്, അമേരിക്കയുടെ നിർബന്ധം എന്ന് പറയുന്നത് ഇന്ന് റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന പ്രദേശങ്ങൾ അതിലൊരു വലിയ പങ്ക് റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. അത് ഉക്രൈനിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് കാര്യം അസാധ്യമാണ്. ഉക്രൈൻ പറയുന്നത് ഞങ്ങളുടെ സ്ഥലം 1 ഇഞ്ച് വിട്ടുകൊടുക്കാനും തയ്യാറല്ല എന്നാണ്. അതേപോലെ തന്നെ നാറ്റോ സംഘത്തിൻ്റെ ഭാഗമാവുക അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ചേരുക തുടങ്ങിയ ആഗ്രഹങ്ങൾ നേരത്തെ സെലൻസ്കി പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം അത് ഉപേക്ഷിച്ചിട്ടുണ്ട്. നാറ്റോയിൽ അംഗത്വം തങ്ങൾക്ക് വേണ്ട, പക്ഷേ തങ്ങളുടെ സുരക്ഷിതത്വം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തണം എന്ന ഒരാവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ സമീപ ദിവസങ്ങളിൽ ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ, റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര നിയന്ത്രണത്തിൽ ചില സ്ഥലങ്ങൾ, ആണവ നിലയങ്ങളടക്കമുള്ള പ്രദേശങ്ങൾ, ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ പോലും അദ്ദേഹം തയ്യാറാവും എന്ന മട്ടിലുള്ള ചില സൂചനകൾ വന്നിട്ടുണ്ട്. പക്ഷേ പുടിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു ഉറപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതായാലും ശരി, അന്താരാഷ്ട്ര മേഖലയിൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയ, ലോകത്ത് ഒരു ആണവ യുദ്ധത്തിലേക്ക് തന്നെ നയിക്കപ്പെടും എന്ന ഭീതി ഉയർത്തിയ ഈ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഫെബ്രുവരിയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ വീണ്ടും ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് യൂറോപ്പും ലോകരാജ്യങ്ങളും എത്തിച്ചേരും എന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് ഉക്രൈൻ യുദ്ധം സമാധാനപരമായിട്ട് അവസാനിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇന്ന് ലോകം യഥാർത്ഥത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അത്രയേറെ ഭയാനകമായ നാശനഷ്ടങ്ങൾ, അത്രയേറെ കടുത്ത പ്രതിസന്ധികൾ, അത്രയേറെ കടുത്ത നാശനഷ്ടങ്ങൾ ഈ ലോകത്തിനും ബന്ധപ്പെട്ട രാജ്യങ്ങൾക്കും അതുണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് സമാധാനം അനിവാര്യമാണ്, അതുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക.